പ്രതികൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. സോ ഹേ ഗായ്സ്, വെൽക്കം ടു അവർ അനദർ വ്ലോഗ്. സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പിക്കിൾ ബോൾ ആണ്. പിക്കിൾ ബോൾ ഒരു ടെന്നീസ് പോലത്തെ ഗെയിമാണ്, എന്നും കളിക്കാറുണ്ട്. സോ ഇന്ന് നമ്മളൊരു റിവെഞ്ച് ഗെയിമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവരെ നമ്മൾ തോൽപ്പിച്ചു. ഈ പ്രാവശ്യം നമ്മളെ തോൽപ്പിക്കുന്നതുകൊണ്ട് റിവെഞ്ചിനെ വിളിച്ചിട്ടൊന്ന് കോട്ട് ബുക്ക് ചെയ്താണ് ആര് ജയിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തോൽപ്പിച്ചു. ഈ പ്രാവശ്യം റിവെഞ്ചിന് വിളിച്ചിരിക്കാൻ അവർ ടീം മാറില്ലാന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ടോട്ടൽ എന്ത് പറയുന്ന ഹോട്ടലിൽ ഫുഡ് ഇപ്പൊ രാത്രി ഇതേ കോസ്റ്റ്യൂം പറയുന്ന ഹോട്ടലിൽ ഫുഡാണ്. പറയുന്ന ഹോട്ടലിൽ ഫുഡ് ഞങ്ങൾ തോറ്റാൽ നിങ്ങൾ പറയുന്ന ഹോട്ടലിൽ ഫുഡ് കഴിക്കും. ഇത് നമ്മൾ ഫോം കാണിച്ചു തരാം. കളി നോക്കിക്കോ, ആരാ ഫോം എന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഓൾറെഡി ജയിച്ചതാണ്. ഞങ്ങൾ ഇവരെക്കാളും കൂടുതൽ കളിച്ച് പഴക്കമുള്ള ആൾക്കാരാണ്. ഞങ്ങളാണെങ്കിൽ എവറി വീക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ബുദ്ധിപരമായിട്ട് നോക്കി ഓക്കെ. 5-4 കൊടുത്തിട്ടോ. ഓക്കെ 6-5 ഇല്ല 5-7 അക്രാന്ത് ഈസി ഫോർ 3 9-6 പിടിക്കണം. പോണ്ടാ പച്ചാ ചേട്ടാ. 10-7 ഏതാ കിട്ടി. ഗുഡ് 11-7 അടി നല്ല കളിച്ചാ മതി. 8-12 വെളി 13-8 ഫസ്റ്റ് ജയിച്ചിട്ട് അന്നേരം ഉണ്ട് അവർക്ക്. ഇല്ല കഴിഞ്ഞിട്ടില്ല അഹങ്കാർ അതൊന്നും പറയാനില്ലേ. 6-13 16-10 കിട്ടിയടാ. ഈസി ഇല്ല ഈസി ലാസ്റ്റ് മാച്ച് 1-1 പറഞ്ഞു വരുന്നടാ. നന്നായിട്ട് വല്ല കൂടോത്തരം ചെയ്തോണ്ട് തോന്നി. 3-2 ഉഡ്രാ ചേച്ചി സൈക്കിൾ പോയിന്റ് 3-4 വിട്ടോ പോയിന്റ് 4-4 ഓറിച്ച് അല്ല മതി. 6-5 8-5 വിടുന്ന സീരിയസ് ആണ്. 9-5 അയ്യോ പോയിന്റ് 7-9 എങ്ങനെ അടിച്ച് ലൈനല്ലേ അടിച്ചുവിട്ടോളെ. എന്താണ് നെറ്റ് തട്ടിയാലും എനിക്ക് ഉറപ്പ്. അതെനിക്കറിയില്ല. അറിയില്ല 8-10 ഈസി ഗുഡ് 11-8 12-8 13 വിട്ടുകൊടുക്കരുത്. ശരി 9-13 വെളിയിലെ നോക്കണം. 12-14 ശരി 12-14 പച്ച പോയിന്റ് 13-14 ഇഞ്ചോടിഞ്ച് കളി അയ്യോ അങ്ങോട്ട് ഫുഡ് എവിടെയാണ് പ്ലാൻ ചെയ്യാം. ഒറ്റ സെറ്റ് ആയിട്ടുള്ളൂ. ശരി ഒരു കളി കൂടി ആയി. ചാൻസ് ഡ്രോ അതിന് ജയിച്ച ഡ്രോ അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ ഇതിൽ നിങ്ങൾ ജയിച്ചാൽ ഡ്രോ. ഞങ്ങൾ ജയിച്ച ഫുഡ് നിങ്ങൾ ജയിച്ച ഫുഡില്ല. കുഴപ്പമില്ല. അപ്പൊ 10 പോയിന്റ് ഉള്ളൂ കേട്ടോ. മുക്കാലായില്ലേ 1 നല്ല കളിക്കട്ടാ. 4-1 ആയിരിക്കണം. കിട്ടടാ 2-5
കേട്ടോ. ഓക്കെ ഓക്കെ നല്ല നല്ല പുറത്തിട്ടാ. 9-5. ഡിസൈഡ് ചെയ്യാ ഡിസ്ട്രിക്ട് 9 ആണോ എവിടെയാണ് നമുക്ക് പ്ലാൻ ചെയ്യുന്നത്? കളിയാകുമ്പോ ഇതൊക്കെ ഉണ്ടാവും. ഇത് നല്ല ഗൈസ് നമുക്ക് ഇതിന്റെ ഈസി ആക്കാൻ വേണ്ടി വേണം ബോക്സിൽ കൊണ്ടുപോവാ. കളിയാകുമ്പോ ജയം പരാജയം അതൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ കളി നമ്മൾ ജയിച്ചു, ഈ കളി അവർ ജയിച്ചു. പക്ഷെ ഈ കളി കുറച്ച് ബെറ്റ് കളി കൂടുതലായിരുന്നു. ദയനീയ തോൽവിയായിരുന്നു. കട്ടക്ക് പിടിച്ചത് ഒരു കഷ്ടമില്ല, ദയനീയ കട്ടക്ക് പിടിച്ചത്. ഗൈസ് തോറ്റൊരു ടീം മിണ്ടാണ്ടിരിക്കും, അല്ലെങ്കിൽ വല്ല വായത്തോളം അടിക്കും. ഇപ്പൊ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. വായത്തോളം നല്ല ഉഷാറ് വായത്തോളുള്ള ആളാ. ഇപ്പൊ മിണ്ടാണ്ടിരിക്കുന്നില്ലേ കണ്ണൊക്കെ നിറഞ്ഞിട്ട്. അല്ല നമ്മൾ തോറ്റ തോറ്റു എന്ന് പറയും. അല്ല നമ്മൾ തോറ്റ സമയം ആയതുകൊണ്ട് മാത്രം നമ്മൾ വിളിച്ചുകൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു മാച്ച് കൂടെ വരാൻ പറ, തോൽക്കും. സമയം ആയതുകൊണ്ട് മാത്രം നിങ്ങൾ തോറ്റുണ്ടാവും. അല്ല ഇന്ന് തോറ്റാലും ജയിച്ചാലും ഇത് തന്നെയാണ് ഫുഡ്. ശരിയായിട്ട് റെസ്റ്റോറന്റ് അതുകൂടെ അത് ഞങ്ങളിപ്പോ വേണമെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഞങ്ങൾക്കൊന്ന് വണ്ടി പോകുമ്പോൾ ജസ്റ്റ് പ്ലാൻ ചെയ്യണ്ടേ. അത് ചിലപ്പോൾ ഡിസ്ട്രിക്ട് 9 അയക്കാം, പറയാൻ പറ്റില്ല. ഗെയിമാണ് ഗൈസ്, എന്തും പ്ലാൻ ചെയ്യാം. ഏത് റെസ്റ്റോറന്റ് അതൊക്കെ ദേശീയ വന്നിട്ടുള്ള അടിയാണ്. പ്രാക്ടീസ് അല്ല, ഒന്ന് കാണിച്ചു കൊടുക്കും. അത് കുഴപ്പമില്ല നമുക്ക് 15 കിലോമീറ്റർ താണ്ടിട്ട് കളിക്കാൻ വേണ്ടി വന്നത് 5 കളി. തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ബട്ട് എവിടെയൊക്കെ നമുക്ക് കുറച്ച് ഫാൾട്ട് പറ്റി, അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അല്ലല്ലോ ഫുൾ പാളിച്ചൊന്നുമില്ല. ഇത്ര കാലം വ്ളോഗ് എടുക്കാത്ത സമയത്തൊക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. വ്ളോഗ് എടുത്ത ദിവസം തോറ്റു. പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതിന് തോറ്റു. പക്ഷെ ഞങ്ങൾക്ക് ഇത്ര വലിയ വെറ്റുണ്ടായിരുന്നില്ല. ചെറിയൊരു നാരങ്ങോടെ ഒഴിവാക്കി. ഇപ്രാവശ്യം ഡിസ്ട്രിക്ട് 9 തോറ്റിട്ട് ഞങ്ങൾക്ക് ജ്യൂസ് വാങ്ങിച്ചാൽ ആൾക്കാർ ഫുഡ് വാങ്ങി തരാം. ഞങ്ങൾ പറഞ്ഞ അന്തസ്സോടെ വാങ്ങിച്ചു തരും. നിങ്ങൾ പറയുന്ന ഹോട്ടലിൽ വാങ്ങിച്ചു തരും. വാങ്ങിത്തരും, അതൊന്നും മാറ്റില്ല, വാങ്ങിത്തരും. ഇപ്പൊ കുടിച്ചിട്ടാണോ പോണത് അതോ ഇങ്ങനെ പോവാണോ? കുടിച്ചിട്ടോ വൃത്തികേടായി. ഒരു ഡിസ്ട്രിക്ട് 9 പോകണല്ലോ. ഷൂ ഉണ്ടാ മതി. ഫുഡ് നല്ല ഹോട്ടലാണ്. കുഴപ്പമില്ല, ഡിസ്ട്രിക്ട് പോവാം. എന്താ പറയുക, നിങ്ങളെ കുട്ടികളല്ലേ, ആൽക്കഹോളൊക്കെ അവിടെ ഉണ്ട്. റെസ്റ്റോ ആൾക്കോള് വേണ്ട, ഫുഡ് ഉണ്ടാവില്ലോ. കുട്ടികൾക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല. ഞങ്ങൾ പോയിട്ടുണ്ട്. 18 വയസ്സല്ല, 20 വയസ്സിന് പോലോ. 21 വയസ്സാവണം മദ്യം കഴിക്കാൻ. മദ്യം കഴിക്കുന്ന മദ്യം കഴിക്കാൻ പോവാ. നിനക്ക് എത്ര വയസ്സ്? 20. ഇവരുടെ ഈ മെന്റാലിറ്റി മനസ്സിലായി. ഞങ്ങളെ സ്പോർട്സ് ആയിരുന്നു, ഇവര് മദ്യം എന്നുള്ള മെന്റാലിറ്റി. നിങ്ങൾക്ക് രണ്ടാൾക്കും പറയാം ഞങ്ങൾ രണ്ടാളും മദ്യപിക്കില്ലെന്ന്. പിന്നെന്താ പ്രശ്നം? ഞങ്ങള് കൺക്ലൂഡിയാണ്, കളി തോറ്റു. കാര്യമില്ല, നമുക്ക് എന്റെ വിഷമമുണ്ട്, പൈസ വേണം. അവര് പറഞ്ഞ ഞങ്ങൾ അന്തസ്സോടെ ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കും. ഓക്കെ ഗൈസ്, ഇവര് മുമ്പ് എന്തോ ഒരു വായത്തോളം അടിച്ചു. ഞങ്ങൾ ഡെയിലി കളിക്കാൻ വരുന്നതാണ്. കളിച്ച് പഴക്കമുള്ള ആൾക്കാർ. ഞങ്ങളാണെങ്കിൽ എവറി വീക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോ ഒരു മാസം കളിച്ചിട്ടില്ല. പക്ഷെ നമ്മള് ഇപ്പൊ സാനിയ ബർസി ആണെങ്കിലും തോൽക്കും. സഞ്ജു സാംസൺ ഡക്കായിട്ടുണ്ട്. സൈന നെഹ്വാൾ പോയിട്ടുണ്ട്. പക്ഷെ അവര് കളി 100% ആയിരുന്നു. ഇവര് വായിത്തോളം 100%. ഇപ്പൊ മെസ്സി അടക്കം വേൾഡ് കപ്പ് ഇപ്പൊ ജയിച്ചതാണെങ്കിൽ ഒരാൾ നല്ല ഉണ്ടാവും. ഇപ്പൊ മിണ്ടാണ്ട് നിൽക്കണു, പറയാനൊന്നുമില്ല. പറയാനുണ്ട്, തോറ്റു. അധികം സംസാരമില്ല. ഫുഡ് അടിച്ചെന്റെ ബാധ്യത. അധികം സംസാരം, നമുക്ക് പോയിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. വീഡിയോക്ക് വേണ്ടി പറഞ്ഞു, അല്ലാണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ആരും വാങ്ങിച്ചില്ല. ശരി, കുഴപ്പമില്ല. ഇന്നലെ മന്തി കഴിക്കാൻ പോയിട്ട് ഞാൻ ബില്ല് പേ ചെയ്തതിന്റെ ക്ലിപ്പ് ഇല്ല അല്ലേ, ഫോട്ടോ ഇല്ലേ? കുഴപ്പമില്ല. മന്തി കഴിക്കാൻ പോയിടാ. ഞങ്ങൾ എന്താ കമന്റ് ഇടാ. സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ഫേക്കാണ്, ഈ ടീം ഫേക്കാണ്. ഓരല്ലേ വീട്ടിലെ മീൻ പൊരിച്ചത് വേണം, അവിടുത്തെ മന്തി വേണം. മന്തി ഞങ്ങളെ അധ്വാനിച്ച് ജയിച്ചതുകൊണ്ട് ഞങ്ങൾ ഫുഡ് അവസാനം ഞങ്ങള് ഫുഡ് മേടിച്ചു കൊടുക്കാൻ വന്നു. പറഞ്ഞ അവസാനം സ്ട്രീറ്റ് അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. പിള്ളേർ നമ്മളെ പാവം ബഡ്ജറ്റ് ഇല്ലാന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രം വന്നത് കേട്ടോ. ഇതിനിടയിൽ ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു ഫ്രണ്ടിനെ കണ്ടെത്തിയിട്ടുണ്ട്, ലക്ഷ്മി. എന്താ കാണാൻ വേണ്ടി കൊറേ വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങള് വ്ലോഗ് എടുക്കുന്ന സമയത്ത് അവളെ ഫുഡ് കഴിക്കാൻ വന്ന എന്നാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞങ്ങള് വ്ലോഗ് എടുക്കായിരുന്നു. ഞങ്ങള് മീറ്റപ്പ് ഇന്നലെ ആക്ച്വലി കോളേജ് മീറ്റപ്പ് ആയിരുന്നു. എല്ലാവരും കാണാൻ പറ്റി, പക്ഷെ ഇവളെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഇവളെ ഇങ്ങനെ കാണേണ്ടി വന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ എന്താ പറയാനുള്ളത്?
നമ്മൾ ഇവിടേക്കാണ് വന്നിട്ടുണ്ട്. ഇതിന്റെ ബഡ്ജറ്റിലാന്ന് പറഞ്ഞു. നമ്മൾ അവസാനം ഇവിടെ എത്തി. നല്ല ഫുഡാണ്, സ്ട്രീറ്റ് ഫുഡ് അറേബ്യ. ഓക്കെ, സോ ബാക്കി സ്ട്രീറ്റ് അറേബ്യ മുതലാളി കണ്ട എന്നെ കൊല്ലും. ഓക്കെ, ഓർഡർ ചെയ്യും അല്ലേ? അവർ ഓർഡർ ചെയ്യും. അല്ലേ, നിങ്ങളല്ലേ ജയിച്ചത്, നിങ്ങൾ ഓർഡർ ചെയ്യും. നമ്മളിത് പറഞ്ഞ വാക്ക് പാലിച്ചില്ലാന്ന് ഡിസ്ട്രിക്ട് നൈലായിരുന്നു. ഞാൻ പറഞ്ഞാണ് വേണേ കൊണ്ടുപോകാം, നിങ്ങൾ കൊണ്ടുപോയില്ല. മന്തി വേണ്ട, മന്തി വേണ്ട. ഓ, സമാധാനം. പക്ഷെ മന്തിന്റെ പൈസയൊക്കെ കൂടുതൽ വേണം. നമ്മൾ എന്ത് പറയുന്നത് പൈസ കൊടുക്കും. പൈസ നമുക്കൊരു വിഷയമാണ്. നമ്മൾ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്ത് ഓർഡർ ശ്രീജി. ഞങ്ങളിതൊന്നും കഴിച്ചു കഴിയട്ടെ, ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഹെവി ആയിട്ട് പറഞ്ഞു മന്തിയോ മന്തി വേണ്ട. അതുകൊണ്ടല്ലോ പറയാം. ഇനിയിപ്പോ നിങ്ങളാക്കി എടുക്കും. ഇതിനാണെങ്കിൽ ചെസ്റ്റ് പീസൊക്കെ കൊടുത്തോ? വേറെ വഴിയില്ല. പൈസ നമ്മളാ കൊടുക്കുന്നത്. എന്നാലും ടീമിന് പൈസ കൊടുക്കാം. ഇനി കഴിച്ചതിന്റെ വേണം അല്ലേ? ഹാപ്പിയായോ? ഇനി എന്തെങ്കിലും ജ്യൂസും നമ്മുടെ ബഡ്ജറ്റിൽ ഇല്ല. ആക്ച്വലി ഇത് ഫുഡ് എന്നല്ല പറഞ്ഞല്ലോ. ജ്യൂസ് വേണമെന്ന് പറഞ്ഞിരിക്കും. നമുക്ക് കോംപ്ലിമെന്റ് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നതിന് കോംപ്ലിമെന്റ്. അതിനൊക്കെ പ്ലേറ്റ് സോമി ഫുള്ളാ, ഒന്നുമില്ല. പ്ലേറ്റ് ഒന്നുമില്ല. നമ്മുടെ ടീമിനെ ജയിപ്പിച്ചത് ആകാശം കേട്ടോ. മെയിനായി കളിച്ചത് ആകാശം മാത്രമാണ്. അങ്ങനെ കൈയടിക്കണ്ട, ഞാൻ പറഞ്ഞതാ. ഇവര് വായി കൊണ്ടായിരുന്നു, ഞങ്ങളെ പ്രവർത്തി കൊണ്ട് കളിച്ചു. ഞാൻ വായ കൊണ്ട് കളിച്ചാൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ടയർഡ്. വായ തുറന്ന് കളിച്ചാണെങ്കിൽ നിങ്ങളൊന്നും ജയിച്ചിട്ടുണ്ടാവില്ല. തോട്ടി കഴിഞ്ഞിട്ട് ടയർഡാവാ. ഇവര് പിന്നെയും വായിത്താളമാണ്. ഞാൻ പറയാം, ശ്രീത്തിന്റെ ഇവിടെ വായടിച്ച് എനിക്ക് നിൽക്കാൻ പറ്റില്ല. എന്തേ ഞങ്ങൾ പറഞ്ഞ തുക കരണ്ട് വീട്ടിൽ മടങ്ങിയിട്ട് കരഞ്ഞിട്ടൊന്നും നമുക്ക് നോക്കിയാലോ ഒരു ദിവസം. ഞങ്ങളെ കൊണ്ട് പറ്റും, കാരണം ആ കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അതെ അതെ, വായ കൊണ്ട് ശ്രീജനെ നിങ്ങൾക്ക് സിമ്പിളായി തോൽപ്പിക്കാം, വെല്ലുവിളിക്കാം. പക്ഷെ ആ കണ്ടന്റ് നമ്മള് യൂട്യൂബ് ചാനലിൽ ഇട്ടു പറഞ്ഞാൽ ചിലപ്പോ കുറെ നെഗറ്റീവ് വരുന്നത്. നിങ്ങക്ക് പറഞ്ഞു നോക്കുന്ന വഴിയുണ്ടോ? അല്ലല്ല, ചോദിക്കാൻ പറഞ്ഞു നോക്കുന്ന വഴിയുണ്ടോ? 2 അൽഫാം കിട്ടാണ്ട്. അത് എന്തിനാന്ന് നമ്മള് പറയുന്നില്ല. 4-5 കൊല്ലമായി പറഞ്ഞു നോക്കാൻ വെള്ളിട്ടെന്നാ പറഞ്ഞത്. മുഖമടി എന്തെങ്കിലും ചെയ്യേണ്ടതോട്ട് ചെയ്യല്. 1223 രൂപ ബില്ല്. ഒന്നും നോക്കിയില്ല, പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചു. ഞങ്ങൾ വേർത്തുണ്ടാക്കിയതാണ്. എന്ത് കളിച്ച് അധ്വാനിച്ച് വായ്ത്താളമില്ലാതെ ഞങ്ങൾ ജയിക്കും. ഇനിയും ഇതേപോലെ തരാനുള്ള ഭാഗ്യം ഉണ്ടാവും, കാരണം നിങ്ങൾ തോൽക്കും. അടുത്ത കളി ഇതിന് ഡബിൾ ബില്ല് നിങ്ങളെ കൊണ്ട് കൊടുപ്പിച്ചില്ലെങ്കിൽ അടുത്ത കളി ഫുഡായിരിക്കില്ല, വേറെതായിരിക്കും. മതി, ഞങ്ങൾ ട്രിപ്പ് കൊണ്ടുപോയാൽ മതി. ഇനിയുള്ള ചലഞ്ച് ചില്ലറല്ല, ഇത് നമ്മള് വലിയ വലിയ ചലഞ്ച് എന്ത് വില കൊടുത്ത് നടത്തിയാലും ശരി. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഇനിയും ഇതുപോലത്തെ ഒരുപാട് വ്ളോഗ്സും ഗെയിംസ് ഒക്കെ ആയിട്ട് വരാം. സോ എന്താണ് സപ്പോർട്ട് എല്ലാവരുടെയും വേണം. അടുത്ത കളി ഞങ്ങൾ ജയിക്കും. കണ്ടറിയാം. അടുത്ത കളി ഞങ്ങൾ ജയിച്ചിരിക്കും. ഓക്കെ, see you guys next